Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. 2005 ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 13 റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടി കേരളത്തോടുള്ള പ്രതികാരമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ദുരന്തത്തിൽപ്പെട്ടവരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടാണ് ഈ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയത്. 2005 ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 13 പ്രകാരം ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരമുണ്ടായിരുന്നു. ഈ അധികാരം ഉപയോഗിച്ച് ചൂരൽമലയിലെ 10, 11, 12 വാർഡുകളിലെ ദുരിതബാധിതരുടെ കടബാധ്യതകൾ എഴുതിത്തള്ളാൻ നടപടി സ്വീകരിക്കണമെന്ന് കേരള സർക്കാർ കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകിയതിനു ശേഷവും മുഖ്യമന്ത്രി അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോഴും ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിൽ തുടർച്ചയായി കേന്ദ്ര സർക്കാരിനോട് സെക്ഷൻ 13 ഉപയോഗിച്ച് കടങ്ങൾ എഴുതിത്തള്ളാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിസ്സംഗ നിലപാടിനെ കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2025 മാർച്ച് 29 കേന്ദ്ര നിയമ മന്ത്രാലയം പുറത്തിറക്കിയ ഗസറ്റ് വിജ്ഞാപനം അനുസരിച്ച് 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 12ഉം സെക്ഷൻ 13ഉം ഒഴിവാക്കിയതായി കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു. അതുകൊണ്ട് നിലവിലുള്ള നിയമപ്രകാരം വായ്പാ ഇളവ് നൽകാൻ സാധിക്കില്ല എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ഇന്ത്യൻ പാർലമെന്റ് ഏകകണ്ഠമായി പാസാക്കിയ നിയമത്തിൽ ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ വ്യവസ്ഥയുണ്ടായിരുന്നിട്ടും ₹1 പോലും ചെലവില്ലാതെ ആ അവകാശം കേരളത്തോട് മാത്രം നിഷേധിക്കുന്നത് കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്നും കെ രാജൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പേരിൽ ചൂരൽമലയിലെ ജനങ്ങളോടുള്ള പ്രതികാരമാണിതെന്നും കടം എഴുതിത്തള്ളാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ദുരന്തം ഉണ്ടായാൽ, പ്രത്യേകിച്ച് ആ ദുരന്തത്തെ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിച്ചാൽ ആ ദുരന്തം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ഏതൊക്കെ വാർഡുകളാണോ ഏതൊക്കെ പ്രദേശമാണോ അങ്ങനെ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിക്കപ്പെടുന്നത്, അവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും കടങ്ങൾ എഴുതിത്തള്ളാനുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേകമായിട്ടുള്ള അധികാരം ഉണ്ടായിരുന്നു. ഈ അധികാരം ചൂരൽമലയിലെ മേപ്പാടിയിലെ 10, 11, 12 വാർഡുകളിലായി അവിടെയുള്ള കടബാധ്യതരുടെ കടകൾ എഴുതി തള്ളാനുള്ള നടപടി സ്വീകരിക്കണം, ഈ ആക്ടിന്റെ സെക്ഷൻ 13 അനുസരിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിക്കണം എന്ന് കേരള ഗവൺമെന്റ് ഓഗസ്റ്റ് 17 നൽകിയ മെമ്മോറാണ്ടത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നേരിട്ട് മെമ്മോറാണ്ടം കൊടുത്തതിന് ശേഷം മുഖ്യമന്ത്രി സന്ദർശിച്ചപ്പോഴും ഈ പ്രശ്നം വളരെ ഗുരുതരമായിട്ടുള്ളതാണെന്നും ആ കടങ്ങൾ എഴുതി തള്ളാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതിനുശേഷം ആഗസ്റ്റ് 17 കൊടുത്ത മെമ്മോറാണ്ടത്തെ വിശദമായി പരിശോധിച്ച് ഹൈക്കോടതി തന്നെ സുമോമോട്ടോ എടുത്ത കേസിൽ തുടർച്ചയായി കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് സെക്ഷൻ 13 ഉപയോഗിച്ചുകൊണ്ട് കടങ്ങൾ എഴുതി തള്ളാനുള്ള മര്യാദ കാണിക്കണം എന്ന് പലതവണ ആവശ്യപ്പെടുകയും ശകാര രൂപേണ തന്നെ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇത് ചെയ്യുന്നില്ല എന്ന് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. അന്നെല്ലാം സാവകാശം ചോദിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ചെയ്തത്. 17/8/2024 ദുരന്തം നടന്ന് 17 ദിവസത്തിനുള്ളിൽ ഈ ആവശ്യം കേരളം ഉന്നയിച്ചു. ഡിസംബർ മാസത്തോടു കൂടി L3 വിഭാഗത്തിൽപ്പെട്ട ദുരന്തമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. എന്നിട്ടും കേരളത്തിന്റെ ഈ ആവശ്യത്തെ മാത്രം പരിഗണിച്ചില്ല. ഇപ്പോ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി സോളിസിറ്റർ ജനറൽ ഈ കേസിൽ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് അനുസരിച്ച് 29/3/2025 സെക്ഷൻ 13 തന്നെ 2005 നിയമത്തിൽ നിന്ന് എടുത്തു കളഞ്ഞതായി കാണിച്ചിരിക്കുകയാണ്. ഈ നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടോ ഈ ഭേദഗതിക്ക് എന്നറിയില്ല. എന്തായാലും കേരള ഗവൺമെന്റ് ആഗസ്റ്റ് മാസത്തിൽ ആവശ്യപ്പെട്ട് മാർച്ച് വരെ ആ നടപടി കടങ്ങൾ എഴുതി തള്ളാനുള്ള നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല, മാർച്ച് മാസത്തിൽ ഏകപക്ഷീയമായി ഞങ്ങളിതാ ഇത് അമെൻമെന്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു നടപടിക്രമത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളം ആവശ്യപ്പെട്ട് ഏതാണ്ട് 8 മാസക്കാലമായിട്ടും അതുവരെ അതിനെ സംബന്ധിച്ച് ഒരഭിപ്രായവും പിന്നീട് അറിയിക്കാം എന്നല്ലാതെ ഇങ്ങനെ ഒരു നിയമമില്ലെന്നോ ഈ ആക്ടിന്റെ ഭാഗമായിട്ടുള്ള സെക്ഷൻ 13 അവതരിപ്പിക്കാൻ, അതായത് നടപ്പിലാക്കാൻ എന്തെങ്കിലും പ്രയാസമുള്ളതായിട്ടോ രേഖപ്പെടുത്താത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിഭാഷകൻ ഇപ്പോ 13 പൂർണ്ണമായിട്ടും അമെൻഡ് ചെയ്ത് മാറ്റി എന്ന് പറയുന്നത് കേരളത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു നടപടിയാണ്. കേരള ഗവൺമെന്റ് സാധാരണ നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെ ഈ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ധാരണ സെക്ഷൻ 13 അനുസരിച്ച് ഒരു ദുരന്തം നടന്നാൽ അവിടെ ആ ദുരന്ത ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചാൽ അവിടെയുള്ള ആളുകളുടെ കടങ്ങൾ എഴുതി തള്ളാം എന്ന് മാത്രമല്ല
പുതിയതായി അവർക്ക് ജീവനോപാധിക്ക് വേണ്ടി ലോൺ എടുക്കാനുള്ള അനുവാദവും കൊടുക്കാൻ പറ്റിയ ഒരു കടുത്ത സഹായം, കാമ്പുള്ള സഹായം ദുരന്തബാധിതർക്ക് നൽകാൻ കഴിയുന്ന ഒരു സെക്ഷൻ തന്നെ അമെൻഡ് ചെയ്ത് മാറ്റിയത് എന്തിനു വേണ്ടിയാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറയണം. ഞങ്ങൾ പേടിക്കുന്നുണ്ട് അത് കേരളത്തിന്റെ ആവശ്യം നിരാകരിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം കേരളത്തിന് പറ്റുന്നത് കേരള ബാങ്ക് ചെയ്തു. അവിടെ ദുരന്തബാധിതരുടെ മുഴുവൻ കേരള ബാങ്കിലെ കടങ്ങൾ എഴുതി തള്ളി. കടങ്ങളുള്ള ജനങ്ങളെ കേരള ഗവൺമെന്റ് അനാഥാക്കില്ല. ആ ഉത്തരവാദിത്വത്തിൽ ഒളിഞ്ഞോടാനും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ 2005 ഇന്ത്യയുടെ പാർലമെന്റ് പൂർണ്ണമായും ഐക്യകണ്ഠമായും പാസ്സാക്കിയ ഒരു നിയമത്തിൽ ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാൻ 1 രൂപ പോലും ചെലവില്ലെന്നിരിക്കെ ആ അവകാശം കേരളത്തിന് മാത്രമായി നിഷേധിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു അമെന്റ്മെന്റ് പോലെ ഇത് പിൻവലിച്ചത് 12-13 പിൻവലിച്ചത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. 59 ഭേദഗതികൾ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ ദുരന്ത നിവാരണ നിയമത്തിന്റെ ക്രീമായിട്ടുള്ള ഒന്ന് പിൻവലിച്ചത് കേരളത്തിനോടുള്ള കൊടിയ ശത്രുത വീണ്ടും തീർക്കാനുള്ള നിലപാടുകളുടെ ഭാഗമാണ്. ബാക്കി ഒരു സംസ്ഥാനത്തു നിന്നും ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ കേരളം 2 തവണ ഈ ആക്ട് വന്നതിന് ശേഷം ഈ ആവശ്യം ഉന്നയിച്ചു. 2018 ഉന്നയിച്ചു, അന്നത് നിരാകരിച്ചു. 2024 ഉന്നയിച്ചപ്പോൾ കോടതിക്ക് മുമ്പാകെ ഉൾപ്പെടെ എല്ലാ ആഴ്ചയും ഇപ്പൊ തീരുമാനിക്കും എന്ന് പ്രഖ്യാപിച്ച് ആ ആക്ട് തന്നെ അമെൻഡ് ചെയ്ത് ഈ സെക്ഷൻ മാറ്റി. ഇത് കേരളത്തിനോടുള്ള കൊടിയ ദ്രോഹമാണ്, കേരളത്തിനോടുള്ള ശത്രുതാപരമായിട്ടുള്ള നിലപാടാണ്. അതിനു വേണ്ടി മാത്രമാണ് ഇത്തരമൊരു നിലപാടിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോയത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കേരള ബാങ്ക് ചൂരൽമലയിലെ ദുരിതബാധിതരുടെ ഏകദേശം 5 കോടി രൂപയുടെ വായ്പകൾ എഴുതി തള്ളിയിട്ടുണ്ടെങ്കിലും മറ്റു ബാങ്കുകൾക്ക് ഇത് ബാധകമാക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്നത് കേരളത്തിന് വലിയ തിരിച്ചടിയാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ലെങ്കിലും ചൂരൽമല നിവാസികളുടെ പ്രശ്നങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ.